അതെ സംഖ്യകളെ, ഇത് AI ആണോ അല്ലേ? ആ ഇറാനിലെ ഇറാനിലെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ലക്ഷക്കണക്കിന് ആൾക്കാർ റോട്ടിലിറങ്ങി AI ഉണ്ടാക്കിയാണ് ഇറാന്റെ ആൾക്കാർ. എന്തായാലും നമ്മളെ പറ്റിക്കാൻ പറ്റുമോ? നമ്മൾ ആരാണ്? നമ്മൾ ചാണം തിന്നുന്ന സംഖ്യകളാ. നമ്മളെ പറ്റിക്കാൻ അതിലൊരു സ്ഥാനം ഇറക്കിക്കുക. നമ്മളുടെ നടക്കൂല എന്ന് പറഞ്ഞു കൊടുക്കുവാൻ അല്ലേ? ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രോ സംഘി എന്നൊക്കെ പറഞ്ഞ പോലെ പ്രോ ജൂയിസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് പ്രോ സയനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടീം ഉണ്ടല്ലോ, എല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടതാ. നിങ്ങൾ ഇവിടെ ചാണം തിന്നു, ഓൻ അവിടുന്ന് കുതിരന്റെ തീട്ടം തിന്നു. ഈ രണ്ടും ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. പിന്നെ കുറെ അമേരിക്കൻ യൂറോപ്യൻ മാധ്യമങ്ങളും ഉണ്ട്, മറ്റ് അവിടുത്തെ പശുവിന്റെ കാട്ടം നിന്ന കുറെ ആൾക്കാർ. ഇവരെല്ലാവരും കൂടെ ഉണ്ടാക്കി AI ഇറക്കി വിട്ടുക. ഇറാനില് ആർക്ക് അലി ഖമേനിക്ക് സപ്പോർട്ടായിട്ട് ആൾക്കാർ തെരുവിൽ ഇറങ്ങിക്കുക. പറതിട്ടതുണ്ട്, പറതിടാത്തതുണ്ട്, മുഖം മറച്ചതുണ്ട്, മുഖം മറയ്ക്കാത്തതുണ്ട്. ആൾക്കാർ രമ്യങ്ങ ഇറങ്ങിയിരിക്കുകയെന്ന്. നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ AI എന്ന് തന്നെ പറയണം കേട്ടോ. ഈ സംഖ്യകളെ AI എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണം മാറ്റി വെക്കാം. റിപ്പോർട്ട് അടിക്കാനും നിൽക്കരുത് കേട്ടോ. അതായത് നിങ്ങൾ റിപ്പോർട്ട് അടിച്ചാൽ ഇപ്പുറം സപ്പോർട്ട് ചെയ്യാൻ അത്രയും വലിയൊരു ആൾക്കാരിൻ്റെ ഇപ്പുറത്തെ സൈഡിലുണ്ട്, അവർ സപ്പോർട്ട് ചെയ്തു. അപ്പം സംഖ്യകൾ മാറുന്നോളി. ഇന്നലെ രാത്രി മുതൽ ഈ വീഡിയോ വരുന്നുണ്ട്. ഇത് ഇന്നലെ ഇറാനിലെ ഏകദേശം 100 നഗരങ്ങളിൽ, അവിടുത്തെ പ്രധാനപ്പെട്ട സകല നഗരങ്ങളിലും അയത്തുള്ള ഖമീനിക്കും ഇറാൻ സർക്കാരിനും പിന്തുണ പ്രഖ്യാപിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നലെ തെരുവിലിറങ്ങിയത്. ആണും പെണ്ണും കുട്ടിയും വയസ്സത്തിയും എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പം സംഖ്യകളല്ലാത്ത ആൾക്കാരോട് സത്യം പറഞ്ഞില്ല, അത് AI ഒന്നുമില്ല, അത് സംഭവം ഇന്നലെ നടന്ന കാര്യം തന്നെയാണ്. ഇറാനെ വിഭജിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്നെ നമ്മുടെ നാട്ടിലെ സംഖ്യകളുടെയും അതാണ് ഏറ്റവും കൂടുതൽ. അമേരിക്ക ഇസ്രായേലോടുണ്ടെങ്കിലും അവരെക്കാൾ ഇൻട്രസ്റ്റ് നമ്മുടെ നാട്ടിലെ സഖിക്കുണ്ണികൾക്കാണ്. അപ്പം ഈ സകല പട്ടിക്കാട്ടങ്ങളും കൂടെ വിചാരിച്ചു കഴിഞ്ഞാലും ഇറാനിൽ ഇപ്പം അങ്ങനത്തെ ഒരു വിഭജനം നടക്കൂല. 100-200 ആൾക്കാർ മരിച്ചിട്ടുണ്ട്, മരിക്കേണ്ടവരാണ് മരിച്ചത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിൽ വന്നിട്ട് ആവശ്യമില്ലാത്തടത്ത് ഇടങ്കോലിടാൻ പോയ ആൾക്കാർക്ക് തന്നെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഇൻ ബിറ്റ്വീനിൽ ചില ആളുകളൊക്കെ പാവപ്പെട്ടവരും അതിൽ പെട്ടുപോയിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഇറാന്റെ സൈന്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ആരെന്ന് അറിയോ? അവിടുത്തെ നമ്മുടെ നാട്ടിലെ സംഘി തീവ്രവാദികളില്ലേ, പരമ ചെറ്റ സംഘി തീവ്രവാദികളില്ലേ, അതേപോലത്തെ പ്രോ തീവ്രവാദികൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ ജനക്കൂട്ടത്തിൻ്റെ എതിരെയും അവിടുത്തെ സൈന്യത്തിനെതിരെയും ഒരുപാട് ഷൂട്ട് ചെയ്യുന്ന റിയൽ വീഡിയോസ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ വീഡിയോസ്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ അവിടെ കംപ്ലീറ്റ് മൊസാദിന്റെ ഏജന്റുമാരും CIA ഏജന്റുമാരും പിന്നെ നമ്മുടെ നാട്ടിൽ അവിടെ പോയി ജോലി ചെയ്യുന്ന സംഘിക്കൂട്ടങ്ങൾ വരുന്നുണ്ട്. ഞാൻ ചിന്തിച്ചു പോയതാം. അല്ലെങ്കിൽ മൊസാദിന്റെയും ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഇറാനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വരെ ഇതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകളെ സകലരും ഇറാൻ വെടിവെച്ച് കൊല്ലുന്നുണ്ട്, അതല്ലെങ്കിൽ അവന്മാരെ പൊക്കിയിട്ട് തൂക്കി തല വെട്ടി കൊല്ലുന്നുണ്ട്. അതവിടെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം അവിടെ ഇറാനെ വിഭജിക്കാൻ നോക്കുന്ന, അതിപ്പം ഏത് മൊസാദ് ആണെങ്കിലും വേണ്ടില്ല, ഏത് അമേരിക്കൻ ആണെങ്കിലും വേണ്ടില്ല, ഏത് യൂറോപ്യൻ ആണെങ്കിലും വേണ്ടില്ല, ഏത് ഇന്ത്യൻ ആണെങ്കിലും വേണ്ടില്ല, അവന്മാരെ സകലതിനെയും തൂക്കി വെട്ടി ഷൂട്ട് ചെയ്ത് തന്നെ കൊല്ലുന്നുണ്ട് എന്നുള്ളതിൻ്റെ വീഡിയോസും പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ല അവിടെ ആരാണ് കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ തീവ്രവാദികൾ ആരെയാണ് ഈ പാവപ്പെട്ട അവിടുത്തെ ആൾക്കാരെ കൊന്നു തീർക്കുന്നുണ്ട്. അതെല്ലാം കൂടാണ് നമ്മുടെ നാട്ടിലെ ചില ചാനലുകൾ, നമ്മുടെ നാട്ടിലെ ന്യൂസ് 18 പോലത്തെ പരമവാണ ചാനൽ എന്ന് പറയുന്നത് 24 hours ലൈവ് നടന്നുകൊടുക്കുക. ഇറാൻ വീണു, ഇറാൻ ചത, ഇറാൻ ഇത്. ഇവനൊക്കെ അമേരിക്കയുടെയും പറഞ്ഞ ഈ ഏതൊക്കെ ഫണ്ടുകളാണ് ഈ ഇവന്മാർക്ക് വരുന്നറിയില്ല, ആസനം നക്കി വെളുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ഇസ്രായേലിൽ. നടക്കട്ടെ, അതൊരു വഴിക്ക് നടക്കട്ടെ, കുഴപ്പമില്ല. ഏതായാലും വ്യാജ വാർത്തകളുടെ വസ്തുതയാണ് നമ്മൾ പറയുന്നത്. ഇറാനിലെ ഈ ജനക്കൂട്ടം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പല പാശ്ചാത്യ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് തെറ്റാണെന്ന്, ഇതിൻ്റെ യഥാർത്ഥ വീഡിയോസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ വിദേശകാര്യമന്ത്രി അരാച്ചി രാജ്യം വിട്ടുപോയി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അരാച്ചി രാജ്യം വിട്ടുപോയി എന്നും പറഞ്ഞിട്ട് കുറേ പേര് വന്നിരുന്നു. ഇന്ന് പുള്ളി ശക്തമായിട്ട് അമേരിക്കനോട് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. കഴിഞ്ഞ 12 ദിവസത്തെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിനേക്കാൾ ഞങ്ങളുടെ സൈന്യം സജ്ജമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനിക സപ്പോർട്ട് അത്രയും സജ്ജമായിരുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിൽ യുദ്ധം ചെയ്തോ, ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് അരാച്ചി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ നടന്നിട്ടുള്ള ഈ ഒരു ഇറാൻ സപ്പോർട്ടേഴ്സ്, അതായത് ഇറാൻ ഗവൺമെൻറ് സപ്പോർട്ടേഴ്സിൻ്റെ കൂടെ അരാച്ചി പോലത്തെ അവിടുത്തെ പ്രസിഡന്റും വരെ ആ ഒരു ഇതിനെ ഇറങ്ങിയതിൻ്റെ വീഡിയോ ക്ലിപ്പുകളും ഇന്നലെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുഞ്ചി തെറ്റി നിൽക്കുന്നത് ട്രംപ് ആസനം നക്കി നടക്കുന്ന നെതന്യാഹുവും ഇവന്മാരുടെ 2 പേരുടെയും കാഷ്ടം തന്ന് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളും ഇന്ത്യയിലെ സംഖ്യകളുമാണ് സത്യത്തിൽ ഇപ്പം മുഞ്ചിത്തെറ്റി നിൽക്കുന്ന അവസ്ഥ. മാക്സിമം അവിടെ പരസ്പരം അടിയുണ്ടാക്കി അവിടുത്തെ ഭരണത്തിനെ താഴെ ഇറക്കി ഒരു യുദ്ധത്തിനോട്ട് പോകുന്നതിൻ്റെ മുമ്പ് അങ്ങനത്തെ എല്ലാ ശകുനി പരിപാടികളും ചെയ്തു നോക്കി. പണ്ട് മഹാഭാരത യുദ്ധം ചെയ്ത പോലെ എല്ലാ ശകുനി പരിപാടികളും ചെയ്തു നോക്കി, പക്ഷെ നടന്നില്ല. അത് മൊത്തത്തിൽ ശരിയാവില്ല. ഇനി ചിലപ്പം ബോംബിട്ട് തീർക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും അമേരിക്കയും ഇസ്രായേലും. അതും ചെറുത്ത് നിൽക്കാൻ ഇസ്രായേലിന് നമ്മുടെ ഇറാനിന് പറ്റും. ഒരു സ്ഥിതി വരെ വളരെ എളുപ്പത്തിൽ വെനിസലയെ പോയി പിടിച്ചുകൊണ്ടുവന്ന പോലെ, അല്ലെങ്കിൽ ഇറാഖിനെ തീർത്ത പോലെയും, അതല്ലെങ്കിൽ യമനെ തീർക്കുന്ന പോലെയും, അതല്ലെങ്കിൽ പലസ്തീനെ ഇല്ലാണ്ടാക്കി ഗസനെ ഇല്ലാണ്ടാക്കിയ പോലെ അത്ര എളുപ്പമല്ല ഇറാൻ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ
ലോക ചെകുത്താൻ ട്രംപിന് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളത് തന്നെ സത്യം. ഇത്രയും കാലം 40-40 വർഷങ്ങളായിട്ട് ഇറാൻ്റെ മേലെ ഉപരോധങ്ങൾ വെച്ച് നോക്കി, ഇറാൻ തളരുന്നില്ല. അവസാനം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി ഇറാനുമായിട്ട് വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏത് രാജ്യങ്ങൾക്ക് മേലെ വീണ്ടും 25% എന്താ പറയുക പെർസെൻറ്റേജ് താരിഫ് ട്രംപ് കൊണ്ടുവരാൻ പോകുകയാണ്. അപ്പം ഇനി ഇന്ത്യക്ക് ഏകദേശം നേരത്തെ 500 കിട്ടി. ഇന്ത്യക്ക് 500 കിട്ടിയതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇറാനുമായിട്ടുള്ള വിനിമയം ഉള്ളതുകൊണ്ട് നമുക്ക് 25%, മൊത്തം 525% നമ്മുടെ താഡിജി അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിക്കും. താഡിജിക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. താഡിജി ക്രെഡിറ്റ് വേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ പറയരുത്. ക്രെഡിറ്റ് താഡിജി നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളൊരു കോൾ ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ടിന് പ്ലീസ് ഒക്കെ പറഞ്ഞു പോയി. പക്ഷേ താരിഫിന്റെ കാര്യത്തിൽ നിങ്ങളൊരു കോൾ ചെയ്തിരുന്നെങ്കിൽ ഈ 500 അടിച്ച് കിട്ടില്ലായിരുന്നു. ഏതോ പണ്ട് ജൂൺ ജൂലൈയിൽ പ്രശ്നങ്ങൾ തീർത്ത് നമ്മൾ നല്ല രീതിയിൽ പോയേനെ. അതിന് പകരം താഡിജി ലോകത്തെ ഏറ്റവും ടോപ്പ്, അമേരിക്ക ചുമത്തിട്ടുള്ള ഏറ്റവും വലിയ താരിഫ് അടിച്ചെടുത്ത ആദ്യത്തെ ലോകത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ താഡിജി തന്നെയാണ്. 525%. എന്നാണോ അതെല്ലാം കൂടെ കുത്തിക്കയച്ച് പേപ്പറിൽ ഡോക്യുമെന്റഡ് ആക്കി നമ്മുടെ താഡിജിക്ക് ഇങ്ങോട്ട് കയ്യിലോട്ട് കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും താഡിജിക്ക് ക്രെഡിറ്റ് വേണ്ട, എന്നാലും ഞങ്ങൾ ക്രെഡിറ്റ് തരും. സത്യത്തിൽ ഇറാനിൽ ഈ അവിടുത്തെ സ്ത്രീകൾ ഈ മൂടിക്കെട്ടി നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മളിപ്പോഴത്തെ ഒരു ചിന്താഗതി വെച്ചിട്ട് അതൊക്കെ അതൊക്കെ മാറേണ്ട കാലം കുറേ ആയിട്ടുണ്ട്. അതിനൊക്കെ അവിടുത്തെ സ്ത്രീകൾ മാക്സിമം അതിനെതിരെ സംസാരിക്കട്ടെ. അല്ലെങ്കിൽ അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ആളുകൾ സമരം ചെയ്യട്ടെ. അതിന് എന്താ പറയുക, അവിടുത്തെ ഗവൺമെൻറ് അതിനുള്ള മറുപടി കണ്ടുപിടിക്കട്ടെ, അവരതിന് മറുപടി കൊടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ കുത്തിത്തിരിപ്പ് നേടി കഴിഞ്ഞാലുണ്ടല്ലോ, അവിടുത്തെ ഈ ഹിജാബിനെതിരെയുള്ള സമരം ചെയ്ത ആളുകൾ പോലും ഖമേനിക്ക് ഞങ്ങളുടെ രാജ്യം കൈവിട്ട് പോകും, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് ഇവന്മാർ കുത്തിത്തിരിപ്പുണ്ടാക്കി പണ്ടത്തെ പോലെ ഒരു അധിനിവേശ രാജ്യമാക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇസ്രായേലി കോളനി ആക്കുന്നതിനെതിരെ ഈ പറഞ്ഞ സമരം ചെയ്ത്, അതായത് ആ ഖമേനിക്കെതിരെ അവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾക്കെതിരെ സമരം ചെയ്ത ആളുകൾ പോലും ഈ ഇന്നലത്തെ എന്താ പറയുക ഈ ഒരു ഇറാൻ ഗവൺമെൻറ് സപ്പോർട്ട് റാലിയിൽ പങ്കെടുത്തു എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോകളിൽ നിന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക ഉപരോധം നമ്മൾ പറഞ്ഞ പോലെ ട്രംപ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇറാനുമായിട്ട് വിനിമയം നടത്തുന്ന ഇറാനുമായിട്ട് ഏത് രീതിയിലുള്ള എന്താ പറയുക കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേലെയും ട്രംപ് വീണ്ടും 25% അതായത് താരിഫ് ഇടും. അതിൽ പ്രധാനികളിൽ ചൈന ഉണ്ട്, റഷ്യ ഉണ്ട്, ഇന്ത്യ പോലും ഉണ്ട്. അവിടുത്തെ മറ്റ് ചില ഉപരോധങ്ങൾ കാരണം അവിടുത്തെ എണ്ണ ഇന്ത്യ വാങ്ങിക്കുന്നില്ല എന്നുള്ളതൊരു കാര്യമുണ്ട്. പക്ഷേ അവരുമായിട്ട് എന്താ പറയുക ഈ ഡ്രൈ ഫ്രൂട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യ അവരുമായിട്ട് നല്ല രീതിയിൽ വിനിമയം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ എന്താ പറയുക നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്ന കാര്യങ്ങളുണ്ട്. അതുള്ളത് കൊണ്ട് ഇന്ത്യക്ക് അതിലും കൂടെ പണി കിട്ടും. ഓൾറെഡി നമ്മൾ എല്ലാം കൊണ്ടും പണി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു പണിയും കൂടെ ഇന്ത്യക്ക് കിട്ടും. മോദിജി നമുക്ക് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ഇറാനിൽ നടക്കുന്നത് ഈ ജനുവരി 10 വരെ ഈ പറഞ്ഞ മൊസാദും ഈ പറഞ്ഞ CIA എല്ലാവരും കൂടെ അവിടെ മാക്സിമം അവിടെ ആളുകളെ എന്താ പറയുക ബ്രെയിൻ വാഷ് ചെയ്തിട്ടും അവിടെ പല സ്ഥലങ്ങളിൽ തീയിട്ടിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ പ്രോ ആൻറ്റി എന്താ പറയുക ഗവൺമെൻറ് പ്രൊപ്പഗണ്ടൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10-ാം തീയതിയോടുകൂടി സംഭവങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന 95% വരുന്ന ആളുകൾ തിരിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവരാണ് ഈ പറഞ്ഞ നിരത്തിലോട്ട് ഇപ്പോൾ നേരിട്ട് ഇറങ്ങിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ സർക്കാരിന് അത് ഏകദേശം തീരുമാനമാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് സർക്കാരിന് അവിടെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നിന്ന് ആൻറ്റി ഗവൺമെൻറ് ആളുകൾ, ഇപ്പം മൊസാദിൻ്റെ ഏജന്റുമാരും CIA ഏജന്റുമാരും പോലത്തെ ആളുകളൊക്കെ പിടിച്ചിട്ട് അവരെയാണ് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്ത് കൊന്നു തീർക്കുന്നതും അവരെയാണ് ഇപ്പം എന്താ പറയുക പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, അവിടുത്തെ ഈ പറഞ്ഞ സമരം ചെയ്യുന്ന ഒരാളെങ്കിലും ഇറാൻ ഗവൺമെൻറ് എന്താ പറയുക കൊന്നിട്ടുണ്ടെങ്കിൽ അമേരിക്ക സ്പോട്ടിലടിക്കും എന്നായിരുന്നു ഒരു 10 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത് അല്ലേ. അതിനുശേഷം എല്ലാ ദിവസവും ട്രംപ് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ച് 600ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ട്രംപ് ഒറ്റയടിക്ക് കണ്ണും പൂട്ടി അടിക്കാത്തത്? ഈ 600-ൽ ഒരു വലിയ 90% ഈ മൊസാദ് ഏജന്റുമാരും CIA ഏജന്റുമാരും അല്ലാത്ത ആളുകളാണ്. പിന്നെ അവർ കൊന്നു തീർത്തിട്ടുള്ള അവിടെ കുറച്ച് പാവ ആൾക്കാരാണ്. അതുകൊണ്ട് ട്രംപിന് പോലും അടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നെതന്യാഹു വരെ എന്താ പറയുക നേരിട്ട് മാപ്പ് പറയാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് പുട്ടിൻ ത്രൂ ഒക്കെ ഇറാൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു യുദ്ധം വേണ്ട എന്നും പറഞ്ഞിട്ട് ഇതിന് പിന്മാറാനുള്ള ട്രൈയും നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല US അവിടുത്തെ ടർക്കി ത്രൂ അവിടെ ഒമാൻ ത്രൂ ഒക്കെ ഇറാൻ ഗവൺമെൻറ്റുമായിട്ട് ഒരു സമവായത്തിന് ഒരു ചാൻസ് ഒരു എന്താ പറയുക ഓപ്പൺ ഡിസ്കഷൻ വരെ തയ്യാറായിട്ട് വന്ന വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ പാശ്ചാത്യ ശക്തികൾ കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുള്ള നമ്മുടെ GCC കൺട്രീസിലെ സകല എണ്ണം മൂഞ്ചി തെറ്റിയതായിട്ട് ഉള്ള ഒരു കൺക്ലൂഷനിലോട്ട് അത് എത്തുന്നത്. ഇനിയൊരു ആയുധ യുദ്ധത്തിലോട്ട് ഇത് എത്തുകയാണെങ്കിൽ, ഒരു ആണവ ആയുധ യുദ്ധത്തിലോട്ട് എത്തുകയാണെങ്കിൽ അത് ഇനി ഇറാൻ ഏത് രീതിയിലാണ് അതിനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. മറ്റെല്ലാ രീതിയിലുള്ള ഇപ്പം സ്റ്റാർലിങ്ക് ത്രൂ അവിടുത്തെ ഡാറ്റ ലീക്കേജ് ട്രൈ ചെയ്തു, അത് നടന്നില്ല എന്ന് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു. ഇവർ ട്രൈ ചെയ്തെല്ലാം ഏകദേശം അവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏത് രീതിയിലോട്ടാണ് യുദ്ധം ചേഞ്ച് ആവുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അതിന് അമേരിക്ക ഇച്ചിരി പേടിക്കുന്നുണ്ട്.
കാരണം അമേരിക്കൻ ബേസുകളെ പറ്റി ഇസ്രായേലിൻ്റെ അവസ്ഥയെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ നല്ല പേടി അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ഇറാനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ സംഖ്യ പറഞ്ഞതല്ല, ട്രംപ് പറഞ്ഞതല്ല, നമ്മുടെ നദന്യാഹു പറഞ്ഞതല്ല, ഇറാനിൽ നടക്കുന്നത് ഇതാണ്. അവിടുന്ന് ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ആൾക്കാർ, ഇന്ത്യക്കാർ അവിടെ ഉള്ളവർ പച്ചക്ക് ഈ പറഞ്ഞ ഇതിന് വന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമയത്ത് വന്നിട്ട് ലൈവായിട്ട് ചെയ്ത ചില വീഡിയോസ് ഉണ്ട്, ഹിന്ദിയിലാണ്, നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ വീഡിയോൻ്റെ ക്ലിപ്പും കൂടെ ഞാൻ ലാസ്റ്റ് വെച്ചിട്ടാ. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ആദ്യം ചെയ്യുക. ആദ്യം നിങ്ങൾ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി. പിന്നെ ബാക്കി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോൻ്റെ കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പം ഈ വീഡിയോ കണ്ടു നോക്ക്, അവിടെ സ്പോട്ടിൽ നിന്ന് ആളുകൾ സംസാരിക്കുന്നത്. അല്ലാതെ മറ്റേ UK-ലും അമേരിക്കയിലും അല്ലെ ഇസ്രായേലിലും കാനഡയിലും ഒക്കെ പോയിട്ട് ഇറാൻ്റെ പതാക കത്തിക്കുന്നത് അല്ലെ ഇറാൻ്റെ കമേനിൻ്റെ ഫോട്ടോ കത്തിച്ച് ബീഡി വലിക്കുന്നില്ല. പ്രോപ്പർ ടെഹ്റാനിൽ ഇന്നലെ നടന്ന പരിപാടിയുടെ അടുത്ത് നിന്നിട്ട് സംസാരിക്കുന്ന ആളുകൾ ഇത് നിങ്ങൾ കേൾക്കും. व्यूअर्स को आदाब, नमस्ते और सलाम अलैकुम। आज 12 जनवरी है। कुंभ के अंदर एक रैली ऑर्गेनाइज की गई है, पूरे ईरान में एक रैली ऑर्गेनाइज की गई है, जिसके अंदर पैगाम ये है कि अमेरिका और इसराइल चाहता था कि ईरान को टुकड़ों में बांटे, ईरान की पब्लिक को डिवाइड करे, लेकिन ईरान की पब्लिक एक साथ एक सदा में आके कह रही है कि हम यूनाइटेड हैं। अमेरिका और इसराइल के तमाम प्रोपेगेंडा फेल हो गए। आज लाखों की तादाद में 100 से ज्यादा शहरों में लोग यूनाइट हुए हैं, नारा दे रहे हैं, रहबर मुअज्जम हजरत आयतुल्लाह खामेनाई जिंदाबाद, लब्बैक या खामेनाई। ये पैगाम है उनके लिए जो राइट्स करके ईरान को टुकड़ों में तोड़ना चाहते थे, उनके लिए पैगाम है कि ईरान बहुत इससे बुलंद है कि तुम छोटे छोटे फितनों से ईरान को डिवाइड कर सकते हो। नहीं, आप देखें यहाँ पर लाखों की तादाद में जहां तक आपकी निगाह जाएगी सिर्फ आपको लोग ही लोग नजर आएंगे। आप देख सकते हैं। और एक प्रोपेगेंडा ईरान के खिलाफ हमेशा किया जाता है कि ईरान में औरतों को दबाया जाता है, औरतों को कोई राइट्स नहीं है। जब आप देखें यहाँ पर हजारों की तादाद में औरतें मौजूद हैं, लोग मौजूद हैं। अमेरिकन प्रोपेगेंडा जो है कि ईरान की लोग जो हैं गवर्नमेंट के खिलाफ हैं, ये प्रोपेगेंडा बस्ट हो गया। लाखों की तादाद में लोग मौजूद हैं, एक पैगाम दे रहे हैं, लब्बैक या खामेनाई, लब्बैक या खामेनाई। और दुश्मनों को भी एक पैगाम दे रहे हैं, मर्ग बर अमरीका, मर्ग बर इसराइल, यानी अमरीका और इसराइल मुर्दाबाद, और हम सब यूनाइटेड हैं, कभी डिवाइड नहीं हो सकते। तो आपने अपनी आंखों से देखा, जमीर अब्बास जाफरी साहब कुंभ की गलियों में थे, कुंभ की सड़कों पर थे, उनके हाथ में कैमरा था, उनके हाथ में माइक था, अगल बगल लोग जा रहे थे। आपने देखा एक बूढ़ी महिला किस तरह से आकर खड़ी हो गई, लोगों के हाथ में ईरान के झंडे थे। और इस तरह की रैलियां कल पूरे ईरान में दिखाई गई, जिसके बाद जैसा मैंने आपसे कहा